ഒരു സംശയവും വേണ്ട. വാർത്തകളിൽ നിന്ന് നമുക്ക് തൽക്കാലം ചെറിയൊരു ഇടവേള എടുക്കാം. ഇടവേള നമ്മൾ എടുക്കുന്നത് ഇടവേളയിലൂടെയല്ല, മറിച്ച് എൻ്റർടൈൻമെൻറ്റ് ന്യൂസിലൂടെയാണ്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സൂചിപ്പിക്കാം. നൗഷാദ് ലിയോ എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പാണ്. കുട്ടിയെ ഞങ്ങൾക്കിഷ്ടമായി, നിങ്ങൾ എന്ത് തരും? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ 5 മിനിറ്റ് തരും എന്നാണ് ആ പോസ്റ്റ്. എൻ്റർടൈൻമെൻറ്റ് ന്യൂസ് കാണാം. പറവ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയരായ അമൽ ഷായും ഗോവിന്ദ് പയ്യും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രം ചങ്ങായി ഓഗസ്റ്റ് 1 തിയേറ്ററുകളിലെത്തും. മികച്ച നവാഗത നടിക്കുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടിയ ശ്രീലക്ഷ്മിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. കഥയും സംവിധാനവും സുധേഷിൻ്റേതാണ്. ഗത് മാനുവൽ, ജാഫർ ഇടുക്കി, സന്തോഷ് കീഴാറ്റൂർ, ശിവജി ഗുരുവായൂർ, കോട്ടയം പ്രദീപ്, വിനോദ് കോവൂർ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. സുനിൽ സുബ്രഹ്മണ്യൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒടിയങ്കം എന്ന ചിത്രത്തിലെ ലിറിക്കൽ വീഡിയോ ഗാനം റിലീസായി. ജയൻ പാലക്കൽ എഴുതിയ ഗാനം സന്നിധാനന്ദനാണ് ആലപിച്ചത്. ചിത്രം ഉടൻ തിയേറ്ററുകളിലെത്തും. ശ്രീത് പണിക്കർ, നിഷ റിധി, അഞ്ജയ് സനിൽ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. തലവര എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. അർജുൻ അശോകൻ, ദേവദർശിനി, ചേതൻ, ശരത് സഭ, ആതിര മറിയം തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അഖിൽ അനിൽകുമാറാണ് സംവിധായകൻ. ഷെബിൻ ബക്കർ പ്രൊഡക്ഷൻസിന്റെയും മൂവിംഗ് നരേറ്റീവ്സിന്റെയും ബാനറിലാണ് ചിത്രം ഇറങ്ങുന്നത്. മഹേഷ് നാരായണനും ഷെബിൻ ബക്കറുമാണ് നിർമ്മാതാക്കൾ. ചിത്രം ഓഗസ്റ്റ് 15 റിലീസ് ചെയ്യും. പ്രൈവറ്റ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസായി. ഇന്ദ്രൻസ്, മീനാക്ഷി അനൂപ്, അന്നു ആന്റണി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. നവാഗതനായ ദീപക് ഡിയോനാണ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക് എന്നതാണ് ടാഗ് ലൈൻ. വി കെ ഷബീറാണ് നിർമ്മാതാവ്. സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന ചിത്രമായി ഒരു റൊണാൾഡോ ചിത്രം എന്ന സിനിമ സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹവുമായി നടക്കുന്ന ചെറുപ്പക്കാരൻ്റെ കഥയാണ് പ്രമേയം. റിനോയ് കല്ലൂരാണ് സംവിധായകൻ. അശ്വിൻ ജോസാണ് പ്രധാന കഥാപാത്രമായ റൊണാൾഡോയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റി പറയേണ്ടി വരുമ്പോൾ എൻ്റെ ഡാഡി ഒരു ജോലിയും കൂലിയില്ലാത്തവൻ എന്നാ പറയാറ്. ഈ സിനിമയുടെ പുറകെ നടക്കുന്നവരെ കൂലിയില്ലാത്തവരെന്ന് വിളിച്ചോ, പണിയില്ലാത്തവരെന്ന് വിളിക്കരുത്. നല്ല പണിയെടുക്കുന്നുണ്ട്, നല്ല പണി കിട്ടണമുണ്ട്. അതിൽ നിന്നും ഒരേ ഒരു ബെസ്റ്റ് ആര് കണ്ടെത്തും എന്നതാണ് ചോദ്യം. സ്പോട്ട് എഡിറ്റിംഗ് എനിക്ക് വരാൻ പറ്റിയൊന്നുമില്ല. ഇവിടെ 100,000 വർക്കുള്ളതാണ്. 100,000 വർക്ക് തനിക്കാ? താൻ വെറുതെ തള്ളല്ലേ. നീ സമാധാനമായിട്ട് ആലോചിക്കുക, നിനക്ക് നല്ലൊരു കഥ കിട്ടും. നിങ്ങൾ തമ്മിലും ഒരു ചേർച്ചയില്ല. ഇനി പ്രധാന